യെസ്, വാട്ട് ആൻ എക്സൈറ്റിംഗ് മൊമെന്റ്. നമുക്ക് കുറച്ച് ഒന്ന് മുന്നിലേക്ക് നിൽക്കാം. എങ്ങനെയുണ്ടായിരുന്നു റാമ്പ് വാക്ക് എക്സ്പീരിയൻസ്? രണ്ടുപേരും എങ്ങനെയുണ്ടായിരുന്നു? ആദ്യമായിട്ടാണ്, പിന്നെ എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. അടിപൊളി. ഞാനും അതെ, ഫസ്റ്റ് റാങ്ക് വാക്ക്, അത് സുരേഷിന്റെയും സുമലതയുടെയും ഒരു വെറൈറ്റി വാക്കായി പോയി. ഓക്കെ, ഇനി മുതൽ നിങ്ങൾ അങ്ങനെ വിളിക്കേണ്ടതാണ്. പക്ഷെ ഞാനൊരു സസ്പെൻസ് ആക്കി വെച്ചിരിക്കുകയാണ്. കാര്യം അതൊരു അപ്കമിങ് ഒരു സർപ്രൈസ് ആണ്. സോ നമ്മളത് കൂടുതലായിട്ട് അതിലേക്ക് പോകുന്നില്ല. പക്ഷെ വൈറലായിട്ട് എല്ലാവരും അറിഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. ഇവരൊരു സേവ് ദ ഡേറ്റ് വീഡിയോ റിലീസ് ചെയ്തതിന് ശേഷം എല്ലാവരും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്താ സംഭവിച്ചത്? ഇവർ കല്യാണം കഴിച്ചിട്ടില്ലേ? ഒരു വളരെ സ്മാർട്ട് ആയിട്ടുള്ളൊരു പ്രോമോ തന്നെയാണ്. ആരാണ് ഇതിൻ്റെ ഒരു ബ്രെയിൻ ചൈൽഡ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാമെന്നുള്ളൊരു ഐഡിയ, അല്ലെങ്കിൽ എങ്ങനെയാണ്? ആൻഡ് ഓൾസോ ഞാൻ ചിത്രയുടെ ഫേസ്ബുക്ക് പേജിൽ കണ്ടിരുന്നു, അതായത് അമ്മയ്ക്ക് അറിയാമായിരുന്നു പക്ഷെ അച്ഛനും ഫ്രണ്ട്സും ഞെട്ടി എന്ന് പറഞ്ഞിട്ട്. സോ വാട്ട് വാസ് ദ റിയാക്ഷൻ? വീട്ടിലൊക്കെ അറിഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നു? ഇത് എല്ലാവരോടും പറഞ്ഞിട്ടായിരുന്നോ ചെയ്തേ? എന്തായിരുന്നു ഒരു സിറ്റുവേഷൻ? അതൊന്ന് പറയാമോ? അത് ഭയങ്കര വെറൈറ്റി പരിപാടി. പറയല്ലേ എന്ന് കൈയൊക്കെ ഇവിടുന്ന് കാണിക്കുന്നുണ്ട്. പറയാൻ പറ്റുന്നത് നമ്മളോട് പറഞ്ഞാൽ മതി. ഭയങ്കര വെറൈറ്റി പരിപാടിയായിരുന്നു അത്. പിന്നെ ഐഡിയ നമ്മുടെ ഇങ്ങനത്തെ എല്ലാ ഐഡിയയും നമ്മുടെ ക്യാപ്റ്റൻ രതീഷേട്ടൻ്റെ ഐഡിയ ആയിരുന്നു. ആദ്യം കുറേ ഫ്രണ്ട്സൊക്കെ ഞെട്ടിപ്പോയി. നമ്മളാരും അങ്ങനെ പുറത്തുനിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് എല്ലാവരും ഞെട്ടി. കുറച്ച് ആൾക്കാരൊക്കെ വിളിച്ചു, പിന്നെ നന്നായി മക്കളെ എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഈ 16-ന് തീരുന്നതാണ്. സസ്പെൻസ്. യെസ്, ചിത്രയ്ക്ക് എന്താണ് പറയാനുള്ളത്? എന്നോട് രാജേഷ് ഏട്ടനെ, നമ്മൾ രണ്ടാളെയും കോമൺ ഫ്രണ്ട്സ് വിളിച്ചു പറഞ്ഞു, പറയട്ടെ, ആ കള്ളനെ ഞാൻ ഇന്നലെയും കൂടി കണ്ടത്, അതിന് എന്നോടൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വഴക്കുമായിരുന്നു കുറച്ച്. അതായിരുന്നു റിയാക്ഷൻ. ഏറ്റവും ഒരു ഷോക്ക് ചെയ്ത ഒരു റിയാക്ഷൻ എന്തായിരിക്കും? ഫ്രണ്ട്സ് ആരെങ്കിലും പറഞ്ഞ ഒരു ഞെട്ടിക്കുന്ന കമന്റ് എന്തെങ്കിലും സേവ് ദ ഡേറ്റിനെ പറ്റി? ഇത് തന്നെയാണ്. എപ്പോഴും സംസാരിക്കുന്നില്ല, ചാറ്റ് ചെയ്യുന്നില്ല, അപ്പൊ പറയാതെ ഇങ്ങനൊരു കാര്യം ചെയ്ത് സങ്കടം അല്ലേ? ഓക്കെ, സോ ഈ പറഞ്ഞ പോലെ മെയ് 16-ാം തീയതി സസ്പെൻസ് ഒക്കെ പൊട്ടിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ മുന്നിലേക്ക് ഒരു സിനിമ വരെയാണ്. ആ സിനിമ പെട്ടെന്ന് തന്നെ എന്താണെന്നും ആരൊക്കെ അഭിനയിക്കുന്നുണ്ടെന്നും എല്ലാം നമ്മൾ അറിയും. Just few seconds from now, stay right where you are. Once again, can we give a huge round of applause for these amazing stars at the Lulu Fashion Week 2024? Thank you so much.